യേശുവിന്റെ ആദ്യ ശിഷ്യന്മാർ. യോഹന്നാൻ 1:35 മുതൽ 51 വരെ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, "ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്!" അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, "നിങ്ങൾ എന്തന്വേഷിക്കുന്നു?" അവർ, "റബ്ബീ" എന്നുവെച്ചാൽ ഗുരു, "നീ എവിടെ പാർക്കുന്നു?" അവൻ അവരോട്, "വന്നു കാൺമീൻ" എന്നു പറഞ്ഞു. അങ്ങനെ യേശു വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണിനേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, "ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു." അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, "നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു. നിനക്ക് കേഫ എന്നു പേരാകും" എന്നു പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. "എന്നെ അനുഗമിക്കുക" എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട്, "ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ." നഥനയേൽ അവനോട്, "നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ?" ഫിലിപ്പോസ് അവനോട്, "വന്ന് കാണുക." നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. "ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടം ഇല്ല." നഥനയേൽ അവനോട്, "എന്നെ എവിടെ വെച്ചറിയും?" എന്ന് ചോദിച്ചതിന്, "ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു" എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, "റബ്ബീ, നീ ദൈവത്തിന്റെ പുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്." യേശു അവനോട്, "ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയെക്കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു.